എറണാകുളം സ്മാർട്ട് സിറ്റിയിൽ അപകടം. പെയിന്റിംഗിനായി നിർമ്മിച്ച ഇരുമ്പ് കോവിനി തകർന്നു വീണ് ഒരു തൊഴിലാളി മരിച്ചു. 4 പേർക്ക് പരിക്ക്. പരിഷ്കാരങ്ങളിൽ ഇളവ് വരുത്തിയിട്ടും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നും മുടങ്ങി. പ്രതിഷേധം തുടർന്ന് CIT ഒഴികെയുള്ള സംഘടനകൾ. ആരെയും ടെസ്റ്റിന് കയറ്റില്ലെന്ന് സമരക്കാർ. മാസപ്പടിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കണമെന്ന ഹർജിയിൽ വിധി അല്പസമയത്തിനകം. മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ വിധി പറയുക തിരുവനന്തപുരം വിജിലൻസ് കോടതി. തൃശൂർ കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ചു കൊന്നു. കൊല്ലപ്പെട്ടത് വെങ്ങണിശ്ശേരി ശിവപുരം സ്വദേശി മനു. മൃതദേഹം കണ്ടെത്തിയത് റോഡരികിൽ. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള കെ സുധാകരന്റെ തിരിച്ചുവരവിൽ അനിശ്ചിതത്വം തുടരുന്നു. അധികാര കൈമാറ്റം ഫലപ്രഖ്യാപനത്തിന് ശേഷമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. MM ഹസൻ സ്ഥാനം കൈമാറണമെന്ന് സുധാകര പക്ഷം. വാടക വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതോടെ ഭിന്നശേഷിക്കാരൻ ഉൾപ്പെടെ 4 പേരടങ്ങുന്ന കുടുംബം പെരുവഴിയിൽ. ഞാൻ എവിടേക്ക് പോവും? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് ഒരു റൂമെങ്കിലും കിട്ടിയാൽ മതി, ഞങ്ങൾക്ക് ഉറങ്ങാൻ. വീട്ടു സാധനങ്ങളും സർട്ടിഫിക്കറ്റുകളും വീട്ടുടമ നൽകിയില്ലെന്നും ആക്ഷേപം. വീണ്ടും സമാധാനം നഷ്ടപ്പെട്ട് പശ്ചിമേഷ്യ. ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ 3 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു. പ്രത്യാക്രമണത്തിൽ 21 പലസ്തീനികൾക്ക് ദാരുണാന്ത്യം. സൈനിക നടപടി നിർത്തണമെന്ന ഹമാസിന്റെ ആവശ്യം തള്ളി നെതന്യാഹു.